പുള്ളി വന്നിട്ട് എൻ്റെ കാലെ പിടിച്ച് പറഞ്ഞു, മോനെ ഈ പരിപാടി നിർത്തിക്കുക, എൻ്റെ കഞ്ഞിയോടെ മുട്ടുമെന്ന്. ഇലക്ട്രിക് ഇതൊക്കെയായ വ്യക്തി നേരെ ഇതിലേക്ക് ചാടുവാണ്. ധൂം സിനിമയും ജോൺ എബ്രാവും ആണ് ജീവിതം മാറ്റി വരച്ചത്. അതെ, നിലവിൽ 5 സലൂണ്, ദുബായ് അടക്കം 6 സലൂണ്. ഇതാണ് ഒരു 20 വർഷത്തിന്റെ ഇടയ്ക്ക് സമ്പാദിച്ച സംഭവങ്ങൾ. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ജെൻസും ലേഡീസും എല്ലാം മിക്സ് ചെയ്ത് ഒന്നിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യാൻ, ലേഡീസ് അപ്പുറത്ത് ഇരുന്ന് കട്ട് ചെയ്യാൻ, ആ ഒരു സംഭവം ഞാനാണ് കൊണ്ടുവന്നത് 2007. അത് തുടക്കമിട്ടത് ഞാനാണ്. അപ്പോൾ ആ മാഡം വേറൊരു സലൂണിൽ പോയിട്ട് ഐബ്രോ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ ക്യാൻവാസ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് കുറഞ്ഞ പ്രോഡക്റ്റ് ഇട്ട് ചെയ്തിട്ട് ഹെയർ ഫുള്ള് പോയി. മുടി സ്പോട്ടിൽ പോയി, മൊത്തം പോയി. ആൾക്കാർക്ക് മനസ്സിലാവും ഇത് നല്ലതേതാ. ഇത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ ആൾക്കാർ ഒന്നും പറയാത്തത് കൊണ്ടും, പിന്നെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഇപ്പോൾ ഗൂഗിൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടീമുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്. റിവ്യൂ മായ്ച്ചു കളയാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ ഒരു 10-25 റിവ്യൂ ഇട്ട് അത് താഴേക്ക് കൊണ്ടുപോകും. ചില കേസിൽ ഒറ്റ പർച്ചേസിന് നിങ്ങളൊരു 3 ലക്ഷം രൂപയുടെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്തോ, ഞങ്ങൾ ടൂർ കൊണ്ടുപോകും ഇംഗ്ലണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ്, അവർ കയറി പൊക്കോളും. ഈ പ്രോഡക്റ്റിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് ഇവർ റൂമിൽ ഇരുന്ന് സെലിബ്രിറ്റി അടക്കം കൂടിയിരുന്ന് അടിക്കുന്നതും എല്ലാം നമുക്ക് തെളിവുകളുണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ എപ്പോഴും ഒരുപാട് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് വളരെ വിജയകരമായി മുമ്പോട്ട് പോകുന്ന ഒരു സംരംഭകൻ. എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 20 വർഷം മുമ്പ് കേരളത്തിലൊരു ചെറിയ രീതിയിൽ ഒരു 300 സ്ക്വയർ ഫീറ്റ് തുടങ്ങിയൊരു സ്ഥാപനം ഇന്ന് വിദേശത്തടക്കം നിരവധി ബ്രാഞ്ചുകളുമായി മുന്നോട്ട് പോകുന്ന ലോറ സലൂണിൻ്റെ ഓണർ നമ്മുടെ ലിയോ സാറാണ് നമ്മുടെ മുമ്പിൽ. സാർ നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്തായാലും 20 വർഷമായി നമ്മുടെ ലോറ സലൂൺ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു 3 മാസം കഴിഞ്ഞാൽ 20 വർഷമാവും. 3 മാസം കഴിഞ്ഞ് 20 വർഷവും. ശരിക്കും പറഞ്ഞാൽ 20 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ കൊച്ചി തന്നെ ഡെവലപ്പ് ആയിട്ടില്ല, ആയി വരുന്നൊരു ടൈം, എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന ഒരു ടൈമാണ്. 2000-ന് ശേഷമാണ് ഇവിടെ കൊച്ചിയിൽ മാറ്റങ്ങൾ ഭയങ്കര വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ ആധുനിക രീതിയിൽ തുടങ്ങിയ ഒരു സലൂണാണ്. ഈ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനാണ്. ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട് വന്ന് താന്നതാണ്. അങ്ങനെ ആദ്യം കമ്പ്യൂട്ടർ സെൻ്ററാണ് ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ വരുമാനം ഒരു നിശ്ചിത തുക മാത്രമേ ഉള്ളൂ. 10 കമ്പ്യൂട്ടർ എടുത്താൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ അത് വർക്ക് ചെയ്യുള്ളൂ. അത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇത്ര പൈസയെ വരുള്ളൂ. അതിൽ നിന്ന് ഒരിക്കലും ജമ്പ് ചെയ്ത് കയറില്ല. ആ മണിക്കൂറും ആദ്യം ഫിക്സഡാണ്. ശരിയല്ലേ? അതെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഏറ്റവും ചിലവ് പറഞ്ഞുള്ള ഒരു പരിപാടി എന്ന് വെച്ചിട്ട് ഞാനൊരു 300 സ്ക്വയർ ഫീറ്റിൽ ഒരു സലൂൺ തുടങ്ങുന്നത്. അപ്പോൾ ആകെ ചിലവെന്ന് വെച്ചാൽ സ്റ്റാഫും 2 കത്രിയും 2 ബ്ലേഡും. ഇതാണ് എൻ്റെ കണക്ക് കൂട്ടൽ തുടക്കം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ഒരു സമയമാണ്. ഒരു പൗഡറും. അപ്പോൾ അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പൗഡർ മാഷി ചിന്തിച്ചോളൂ, ഞാൻ ചിന്തിച്ചില്ല അന്ന്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ 25-ാം വയസ്സിൽ അത്ര ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻഡ്, അപ്പം സെന്തരസ് എന്ന് പറയുന്നതാണ് അന്നത്തെ, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവരും വായും പൊളിച്ച് ജയിക്കുന്ന സ്ഥലവും ഗേൾസും എല്ലാവരും ഉള്ളൊരു സ്ഥലം സെന്തരസ് ആണ്, എറണാകുളത്തിന്റെ ഹൃദയഭാവം. ഞാൻ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കലാണെങ്കിൽ പോലും ഈ ഒരു സ്പോട്ടാണ് എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെയാണ് അവിടെ നമ്മൾ മേത്തറുടെ ബിൽഡിങ്ങിൽ, അന്നത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണത് മേത്തർ എക്സ്പ്ലെയിനഡ്. അപ്പോൾ അതിൽ നമുക്കൊരു 300 സ്ക്വയർ ഫീറ്റ് സലൂണ് സെക്കൻഡ് ഫ്ലോർ നമ്മളെടുത്ത് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റാഫുകളുടെ പ്രശ്നവും ഇതെല്ലാം ആയി തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മളൊരു ബ്യൂട്ടി, ഈ പഴയ കാലഘട്ടത്തിലെ പോലെ തന്നെയാണ് സംഭവം ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ധൂം മൂവി വന്നു, ജോൺ എബ്രാഹിമിൻ്റെ ഹെയർ സ്റ്റൈലിംഗ് ട്രെൻഡായി. ഓർമ്മയുണ്ടല്ലോ? അന്ന് എനിക്കൊന്ന് ഏതോ ബൈക്കിൽ ചീറിപ്പായ സംഭവം, സ്ട്രൈറ്റ് ഹെയർ. ആ സംഭവത്തിന് ഒത്തിരി എൻക്വയറി വന്നപ്പോൾ അപ്പം വെല്ല എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, ഇന്നും ഉണ്ട്, സ്ട്രൈറ്റിംഗ് ക്രീം. അതിൻ്റെ പുറകിൽ ഒരു അഡ്രസ്സ് ഉണ്ട്, ഈ മാനുഫാക്ചറിങ് തായ്ലാൻഡ് എന്ന് പറഞ്ഞ്. അപ്പം കേരളത്തിൻ്റെ വെളിയിൽ പോലും ഞാൻ ഫ്ലൈറ്റിലൊന്നും അത്ര യാത്ര ചെയ്യാത്ത കാലഘട്ടത്തിൽ നേരെ ഈ പേപ്പറും കീറി ട്രാവൽ ഏജൻസി, അന്ന് ട്രാവൽ ഏജൻറ്റ് ഇന്നത്തെ പോലെ അല്ലല്ലോ, ട്രാവൽ ഏജൻറ്റിൽ പോകണം, ടിക്കറ്റ് എടുക്കണം, അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഞാൻ അവിടെ പോയി ഇവരോട് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, നിങ്ങളതിൻ്റെ എന്താണെന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു വന്ന് ഞാൻ തായ്ലാൻഡിൽ പോവാ, ഈ ഫാക്ടറി തപ്പി.
ഈ ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന്. പക്ഷെ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ്, അന്ന് ഇംഗ്ലീഷൊന്നും അറിയാവുന്ന ഇംഗ്ലീഷ് ഒരിടത്ത് പോയി താമസിച്ച് ബുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരെ എവിടെയോ താമസിച്ചു ഒരു ഹോട്ടലിൽ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ടാക്സി ടാക്സിക്കാരനോട് ഇന്നടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഫാക്ടറികൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് തായ്ലാൻഡിൽ. അവിടെ ഫാക്ടറി മാത്രമേ ഉള്ളൂ 100 കിലോമീറ്റർ ചുറ്റളവിൽ. അവിടെ ഇന്ന സ്ഥലത്ത് ഈ ഡ്രൈവർ കൊണ്ടാക്കി. പക്ഷെ ആ കമ്പനിയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള ഇതില്ല. അപ്പോൾ സെക്യൂരിറ്റിക്കാർ അവിടുത്തെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്നപോലെ ആളിങ്ങനെ തപ്പി വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് ബാങ്കോക്കിൽ വന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടറെ തപ്പിപ്പിടിച്ച്, അവിടെ ഈ 2-3 ദിവസത്തെ കഥ കേട്ടോ, തപ്പിപ്പിടിച്ച് ഈ പ്രോഡക്റ്റ് നമുക്ക് പകുതി വിലയ്ക്ക് താഴെ എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ അന്ന് പോസ്റ്റ് ഓഫീസിൽ അതുവഴി നമ്മളൊരു 30-40 കിലോയൊക്കെ അന്ന് അവിടുന്ന് കയറ്റി വിട്ടു. കുറച്ച് കയ്യിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കുറച്ച് വേറെ സലൂണിൽ വിൽക്കുകയും കുറച്ച് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഷിഷിഡോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് പ്രോഡക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചു. അവിടെ ഏതൊരു മോളിൽ ചെന്നാലും ഈ സ്മെല്ലാണ്. അങ്ങനെ ഞാൻ തപ്പി ഈ ഒരു ഹെയർ സ്ട്രൈറ്റിങ് ചെയ്യാം. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഷൈനിങ് ഉള്ള ഹെയർ ഒക്കെ കണ്ട് അതിനെക്കുറിച്ച് 10 ദിവസത്തെ പരിപാടിയായിട്ട് ചെന്നതാണ്. എനിക്ക് കണ്ടുപിടിക്കാനുള്ള ദിവസമാണ് ഈ 10 ദിവസം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഷിഷിഡോ കണ്ടുപിടിച്ച് അത് നമ്മുടെ ഒരു സീക്രട്ട് പ്രോഡക്റ്റായിട്ട് നമ്മളൊരു 4-5 വർഷം നമ്മുടെ ഈ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ എറണാകുളത്ത് കേരളത്തിൽ തന്നെ ബെസ്റ്റ് ഹെയർ സ്ട്രൈറ്റിങ് കിട്ടുന്ന ഒരു സലൂണ് നമ്മുടെ ആയിരുന്നു മാറി. ഇതുകൂടാതെ ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു 3-4 ദിവസം വീണ്ടും കിടപ്പുണ്ട്. അപ്പം ഞാൻ നേരെ മലേഷ്യക്ക് പോയി. മലേഷ്യ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പഠിപ്പിക്കുന്ന സ്ഥലം കണ്ട് അഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. പിന്നീട് എനിക്ക് കൈവച്ചു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഈ മലയാളി സ്റ്റാഫുകൾ പോയി കഴിഞ്ഞപ്പം എനിക്ക് വന്ന് ഈ പണി പഠിക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതൊരു കൊലത്തൊഴിലല്ലേ, എങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമെന്ന്. പിന്നെ ആ സമയത്ത് ഞാൻ ഒത്തിരിയേറെ ചിന്തിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു തൊഴിൽ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കാലഘട്ടത്തിൽ ഈ ഹെയർ സ്റ്റൈലിൽ ചാകാൻ പറ്റുമെന്ന് നമുക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇത് കൊലത്തൊഴിലായതുകൊണ്ട് മാത്രം. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനിത് പഠിക്കാനായിട്ട് മലേഷ്യക്ക് പോവുക. അപ്പോഴത്തേക്ക് എൻ്റെ കല്യാണമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ വൈഫിനും കൂട്ടി മലേഷ്യക്ക് പോവുക. അവിടെ ഒരു ഒറ്റ റൂമിൽ ഞാനും വൈഫും സ്റ്റേ ചെയ്തിട്ടാണ്. ആ അക്കാഡമിയുടെ മുകളിലാണ് ഇത് നമ്മുടെ സ്റ്റേ അല്ല. ആ ഒറ്റ റൂമിൽ കിടന്നുകൊണ്ട് തന്നെ പഠിക്കുന്നു. വൈഫ് നേഴ്സായിട്ടുണ്ട്, ഫുള്ളി പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷത്തോളം, ഏറെക്കുറെ 8 മാസം ഞാൻ മലേഷ്യയിൽ നിന്ന് ഈ കാര്യങ്ങൾ പഠിക്കുക ആ അക്കാഡമിയിൽ നിന്ന്. അതാണ് ഒരു തുടക്കം. അതെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു സാഹചര്യമൊക്കെ മാറി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കഥ. ഈ മലേഷ്യ പഠിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാനാണ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഓപ്പൺ സലൂൺ, ഇന്നിപ്പം നിങ്ങൾ കാണുന്ന ജെൻസും ലേഡീസും എല്ലാം മിക്സ് ചെയ്ത് ഒന്നിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യാൻ, ലേഡീസ് അപ്പുറത്ത് ഇരുന്ന് കട്ട് ചെയ്യാൻ, ആ ഒരു സംഭവം ഞാനാണ് കൊണ്ടുവന്നത് 2007. അത് തുടക്കമിട്ടത് ഞാനാ. അതിനുശേഷം 2007 അന്ന് നമ്മുടെ ലോറ തന്നെ, പക്ഷെ ക്യാബിനായിരുന്നു പണ്ടത്തെ പോലെ. കാര്യം ഒന്നും അറിയത്തില്ലാതെ തുടങ്ങിയപ്പോൾ മറ്റുള്ള സലൂണുകൾ എന്ത് ചെയ്യുന്നു അതേപടിയാണ് തുടങ്ങിയത്. ഒരു വർഷം കൊണ്ട് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞു. ഉണ്ടായിരുന്ന ക്യാബ് മൊത്തം എടുത്ത് കളഞ്ഞ് ഒരു ഹാളാക്കി വെച്ച്. അപ്പം ഫേഷ്യൽ പഠിക്കാറൊന്നുമില്ല, ഹെയർ മാത്രം ചെയ്യുന്ന ഒരു സംഭവം. അപ്പം നമ്മൾ ഹെയർ സ്റ്റൈലിന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 10 ക്ലയൻറ്റൊക്കെ നമുക്ക് വൺസ് എ ടൈം ഉണ്ടാവും ഹെയർ സ്ട്രൈറ്റിങ് ചെയ്യാൻ വേണ്ടി മാത്രം. കാര്യം നമ്മുടെ മാത്രം ഈ ഷിഷിഡോ എന്ന് പറഞ്ഞാൽ ഇന്നും ഷിഷിഡോ ഇന്ത്യയിലേക്ക് തന്നെ വന്നിട്ടില്ല. ഷിഷിഡോയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അറിയാമല്ലോ, ജാപ്പനീസ് പ്രോഡക്റ്റാണ് നമ്പർ 1. അപ്പോൾ ആ ജാപ്പനീസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഷൈനിങ് ഉണ്ടാവും, നമ്മുടെ ഹെയർ ബ്രേക്കേജ് ഇല്ല, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ആ ഒരു പ്രോഡക്റ്റിന്. അപ്പോൾ അത് എൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഇത് തന്നെ ജാപ്പനീസ് ആർട്ട് ഓഫ് ഹെയർ സ്ട്രൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു കൊട്ടേഷനാണ് എല്ലായിടത്തും കാണാൻ പറ്റുക. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇത് നമുക്ക് കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്ത് നമുക്ക് ക്ലയൻറ്റുകൾ വരുമായിരുന്നു ഇതിനു വേണ്ടി മാത്രം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ട്രെയിനിൽ കയറി വരുന്നവരുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഹെയർ ഒരു ട്രെൻഡായ ടൈമാണ് ഈ ധൂം. ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കും ഞാനിവിടെ ഉള്ളത്. കാര്യം എല്ലാ ദിവസവും 5000-10000 അടുത്ത് ഒരു ഹെയർ സ്ട്രൈറ്റനിങ്ങിന് കിട്ടും. അങ്ങനെ 10 വന്നാൽ എത്ര രൂപയായി? അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് ഞാൻ ചാടി. എനിക്കിത് പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്ന്, ഇത്രയും പൈസ കിട്ടുമ്പോൾ ആരാണ് ചെയ്യാതിരിക്കുക? അപ്പോൾ ഞാൻ ഇലക്ട്രിക് ഇതൊക്കെ ആയ വ്യക്തി നേരെ ഇതിലേക്ക് ചാടുവാണ് പെട്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ധൂം സിനിമയും ജോൺ അബ്രാഹു ആണ് ജീവിതം മാറ്റി വരച്ചത്. അതെ,
ഹെയർ സ്ട്രൈറ്റിങ് വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഈ നക്കപ്പിച്ച കാശ് കൊണ്ട് ഞാൻ പറയും ഇത് വലിയ പണിയൊന്നുമില്ല. ഞാനും വൈഫും കൂടെ അന്ന് യുഎസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്ലൈ ചെയ്തിട്ടുണ്ട്, പുള്ളി നേഴ്സ് ആയതുകൊണ്ട്. ശരി. ഒരു പക്ഷേ അതിന്റെ പുറകെ ഞങ്ങളങ്ങ് പോയേനെ. അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊടുന്ന ആ സ്ഥാപനം തുടങ്ങി. ആ സെൻട്രസിലെ പിള്ളേർ എപ്പോഴും വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഭയങ്കര ഒരു ഇതായിരുന്നു ആ ടൈമിൽ. ഓക്കെ. ഇപ്പൊ അവിടെ നിന്ന് തുടങ്ങി പിന്നെ അടുത്ത സ്റ്റെപ്പ് പുതിയ സ്ഥാപനം നമ്മൾ എവിടെയാണ്? ഇതിന്റെ ഇടയ്ക്ക് പിന്നീട് അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതായത് നമുക്ക് നമ്മുടെ വലിയ സലൂണല്ലേ, ചെറു സലൂൺ. അപ്പം ഈ വലിയ വലിയ സലൂണുകളുണ്ട് ഇവിടെ എറണാകുളത്തൊക്കെ, 1000-2000 സ്ക്വയർ ഫീറ്റുള്ള പഴയ ലേഡീസ് നടത്തുന്ന സലൂണുണ്ട്. അപ്പോൾ ആ സലൂണിൽ ഷോസ്കോഫിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, സ്റ്റേ തെറാപ്പി എന്ന് പറഞ്ഞു. നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഒരു 300 രൂപയുടെ പ്രോഡക്റ്റ് ഇവന് വിലയ്ക്ക് ഒരു 150 രൂപയാണെങ്കിൽ അത് 2000 രൂപയാണ് പ്രോഡക്റ്റിന് വില. അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വിലയിലുള്ള ഒരു പ്രോഡക്റ്റ് ഈ ഷോസ്കോഫ് കമ്പനി അവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, എനിക്ക് തരുന്നില്ല. അപ്പം ഞാൻ തായ്ലാൻഡ് പോയപ്പോൾ അവിടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഈ സാധനം പകുതി വിലയ്ക്ക് എടുത്ത് എന്നിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അതിലൂടെ കുറച്ച് പ്രോഫിറ്റും കിട്ടി, കുറച്ച് നഷ്ടവും വന്നു. കാര്യം സമയത്ത് ഈ പൈസ തരില്ല ആരും. അപ്പം ഷോസ്കോ കമ്പനിയുടെ സൗത്ത് ഇന്ത്യ ഹെഡ് ശ്രീനിവാസൻ ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, ഇന്ത്യ ഹെഡാണ്, ഇന്ത്യയുടെ തലപ്പൊക്കത്ത് ഇരിക്കുന്ന ആളാണ്. പുള്ളി വന്നിട്ട് എൻ്റെ കാലെ പിടിച്ച് പറഞ്ഞു, മോനെ ഈ പരിപാടി നിർത്തിക്കുക, എൻ്റെ കഞ്ഞിയോടെ മുട്ടുമെന്ന്. അപ്പോൾ ഒരാൾ അങ്ങനെ വന്ന് യാചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പരിപാടി നിർത്തുക. അങ്ങനെ ഞാൻ അന്നുകൊണ്ട് ആ പരിപാടി നിർത്തി. ഓക്കെ. അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഉണ്ട്. പുള്ളി ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഹെഡാണ്. ഷോസ്കോഫ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു പ്രോഡക്റ്റാണ് ഷോസ്കോഫ്. ശരിക്കും ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സ്, ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം. എല്ലാം 20 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലമല്ല, വലിയൊരു കാലമാണ്. അതും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലല്ല, അന്ന് പറയുന്നത് ഇതൊന്നും ആൾക്കാരിൽ എത്തിപ്പെടാത്ത കാലത്ത് തൊട്ട് ഇന്നിപ്പോൾ അറിയാമല്ലോ, ഇൻസ്റ്റയിൽ എന്ത് നോക്കിയാലും കാണാം. അന്ന് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും. മറ്റേ കമ്പ്യൂട്ടർ എടുത്ത് ഗൂഗിളിൽ ചെക്ക് ചെയ്താലേ നടക്കുള്ളൂ. മാസങ്ങളുടെ ഇത് വേണം, പ്രിപ്പറേഷൻ വേണം ഒരു കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ ഈ 2003 അവിടെ നിന്ന് തുടങ്ങി, പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ഇങ്ങനെ പതുക്കെ അപ്ഡേഷൻസ് വന്നു തുടങ്ങി. നമുക്ക് ഉണ്ടായിരുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് ഞാൻ പറയാം. അതായത് 2008 ആയപ്പോഴത്തേക്കും നമ്മൾ അറിയപ്പെടുന്ന സലൂൺസ് ആയി. പക്ഷേ എനിക്ക് ഈ പണി അറിയാം എങ്കിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ 2008 ഞാൻ ടോണിയങ്കയിൽ സിംഗപ്പൂർ പോയി പഠിച്ച്. അന്ന് ഇന്ത്യയിൽ ഒറ്റ ടോണിയങ്കൈ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ലോറിയിലായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ സ്പോൺസർ ചെയ്തിട്ട് ഞാൻ 2011 ലണ്ടനിൽ സാക്സ് അക്കാഡമിയിലും പോയി. പക്ഷേ എൻ്റെ പേഴ്സണൽ ഇതെന്ന് പറയുന്നത് 2012 ലണ്ടൻ കഴിഞ്ഞ് പിന്നെ US പോയി പഠിച്ചത്. അത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഒരാൾ ചെയ്തിട്ടുള്ളൂ ഇന്നും. അത് ലോറിയിൽ സ്പോൺസർ ചെയ്ത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ ഏക ഒരു വ്യക്തി ഇപ്പോഴും ഞാൻ തന്നെയാണ്. US പോയി പഠിക്കുന്നത് ഓൾമോസ്റ്റ് 2 വീക്സ്. അതിനുശേഷം നമുക്ക് ഫ്രാഞ്ചൈസി മോഡലിലൊക്കെ ഒരു 10 തുറന്നു. അതിനുശേഷമാണ് പണ്ട് ഞങ്ങൾ അപ്ലൈ ചെയ്ത് US പോകാനുള്ള ഒരു സംഭവം. പിന്നീട് അത് കാനഡയിലേക്ക് ഞങ്ങൾ മാറ്റിയായിരുന്നു. അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനും ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു കാനഡയ്ക്ക് 2014. അപ്പം നമ്മുടെ സ്വന്തമായിട്ട് 4 സലൂണും ബാക്കി ഫ്രാഞ്ചൈസി ആയിരുന്നു. അപ്പം നമുക്ക് ഫ്രാഞ്ചൈസി നമ്മുടെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. നമ്മുടെ ഒരു സലൂൺ ഒബ്രോമോൾ മാത്രം നമ്മൾ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ വിട്ട് കളഞ്ഞു. അപ്പം ഞാൻ നേരെ കാനഡയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ചെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി സലൂണിൽ. അത് വന്നിട്ട് ഒരു 20,000 സ്ക്വയർ ഫീറ്റുള്ള എനിക്കൊന്ന് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് മോളാണ്. അതിൻ്റെ ഉള്ളിൽ ഈ മോളിൻ്റെ ഉള്ളിൽ ഒരു വീഗാലാൻഡ് ഒക്കെ ഉണ്ട്. അത്ര വലിയൊരു മോളാണ്. അത് സെൻട്രലൈസ് AC ഒക്കെ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ വലിയ ഒരു മോളാണ്. നമ്മുടെ ഇന്ത്യയിലൊന്നും കാണില്ല അത്ര വലിയൊരു മോള്. അപ്പം ആ മോളിൽ ഏറ്റവും വലിയ സലൂണായിരുന്നു ഇത്, എവലിയാൻ ചാൾസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഒരു പൊസിഷൻ ഒരു 7 കിട്ടിയത്. അതായത് 8 ടോപ്പ്, അതിൻ്റെ താഴെ നമുക്ക് കിട്ടിയത് 7. കാര്യം എൻ്റെ കയ്യിൽ ഇത്ര നാളും എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 മന്ത്സ് വർക്ക് ചെയ്തു. അതിനുശേഷം വേറെ നാട്ടിലേക്ക് വന്നു. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം, തിരിച്ചു പോകുന്നു. വീണ്ടും അടുത്ത സലൂണിൽ കയറി. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെയിൻ ഓഫ് സലൂൺ ഇടുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഈ പോപ്പുലേഷൻ്റെ വിഷയമുണ്ട്. പോപ്പുലേഷൻ കുറവാണ്, നമ്മുടെ ഇന്ത്യ പോലല്ല. അപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകില്ല. അപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയി എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് സലൂണിൽ. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. അങ്ങനെ ഞാനും വൈഫും അവിടെ 3 വർഷം നിന്ന് എൻ്റെ വൈഫിനും പിള്ളേർക്കും എല്ലാം കാനേഡിയൻ പൗരത്വം കിട്ടാൻ വേണ്ടി.
അങ്ങനെ അവർക്ക് വൺസ് പൗരത്വം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് നമുക്കൊരു സലൂണുണ്ട്, അവിടെ നിൽക്കുന്നു, കോവിഡ് വരുന്നു, ഓൾമോസ്റ്റ് 8 മാസം ഷട്ട് ഡൗൺ ആയി. കാര്യം നമ്മുടെ സലൂൺ മോളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ സാധനം തുറക്കാൻ പറ്റാതായി. അറിയാലോ, ബാക്കി എല്ലാവർക്കും തുറക്കാം, മോള് തുറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത് ഒരു സലൂൺ ഓപ്പൺ ചെയ്യുന്നത് ചക്കരപ്പറമ്പിൽ. അതിനുശേഷം നമുക്ക് കാക്കനാട് ഒരു നല്ല സ്പേസ് കിട്ടി, അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തു. പിന്നെ ഫോർമോൾ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡേഴ്സാണ്. അന്നേരം അവരൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമ്മൾ അതിലും ഓപ്പൺ ചെയ്തു. പിന്നെ നമ്മൾ ദുബായ്, പിന്നെ തൃശ്ശൂർ. ഇപ്പം നിലവിൽ 5 സലൂണ്, ദുബായ് അടക്കം 6 സലൂണ്. ഇതാണ് ഒരു 20 വർഷത്തിന്റെ ഇടയ്ക്ക് സമ്പാദിച്ച സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഓരോ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ വിജയമാണ്. അതെ. നമുക്ക് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ പുതിയത് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ കുറവാണ്, ഇവിടെ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ തീരുമാനമാണത് വേണ്ട. പക്ഷെ വേണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ടാണ്. ഈ സപ്പോർട്ട് കിട്ടാൻ ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ്, നിങ്ങൾ കൊടുക്കുന്ന സേവനങ്ങളാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഒരു ഇത്രയും നന്നായൊരു സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പം എൻ്റെ വൈഫുണ്ട് ഇതിൽ, പുള്ളി കോസ്മെറ്റോളജി എല്ലാം പാസ്സായതാണ്. അപ്പം പുള്ളിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പം ലേഡീസ് സ്കിന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന വൈഫാണ്. ഞാൻ മെയിനായിട്ട് സ്റ്റാഫുകൾ ഹയർ ചെയ്യുക, ക്ലയൻറ്റുകളുടെ പ്രശ്നങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവർക്ക് പുതിയ ട്രെൻഡിങ് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് എൻ്റെ മേഖല. അപ്പം ഞങ്ങൾ 2 പേരോടും ചേർന്നിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സ്റ്റാഫുകളുടെ ക്വാളിറ്റി, അവർക്ക് എന്തറിയാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇന്ന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ ഹയർ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് അവർക്കറിയാമെന്ന് ഇവർക്കൊന്നും അറിയില്ല. ഇവർ പല ബിസിനസ്സാണ്, ഒന്നെങ്കിൽ ഡോക്ടറാവും, അല്ലെങ്കിൽ ദുബൈയിലോ അല്ലെങ്കിൽ കാനഡയിലോ അമേരിക്കയിലോ ഇരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം ഇപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. പൈസ ഉള്ളവർക്ക് അത് പല രീതിയിൽ, ഇപ്പം കള്ളപ്പണം വെളുപ്പിക്കലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു പുതിയൊരു മേഖലയാണ് ഈ ഒരു സലൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ആ രീതിയിൽ തുടങ്ങുന്നവരൊരിക്കലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊന്നും വെക്കുന്നില്ല. അങ്ങനെയല്ല, എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ അവർക്ക് ഇതൊന്നും അറിയില്ല. മീൻസ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളുള്ളിടത്ത് അവർക്ക് കമ്മീഷൻ 30% കിട്ടാൻ വേണ്ടി അവർ 10,000 രൂപയുടെ വർക്ക് 20,000 രൂപയ്ക്ക് കയറി പിടിക്കുക. ഇപ്പോൾ എൻ്റെ സലൂണിൽ 10,000 രൂപയ്ക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സലൂണിൽ ചെല്ലുമ്പോൾ ആ സ്റ്റാഫിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ 5% കയറി കൊടുക്കുന്നത്. കാര്യം അവർ ക്ലയൻറ്റുകളെ എടുക്കാൻ വേണ്ടി. മറ്റുള്ള ചില സലൂണിൽ 30%, 50% കൊടുക്കുന്ന സലൂണുണ്ട് സ്റ്റാഫിന് ചെയ്യുന്ന വർക്കിൻ്റെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? 10,000 രൂപയുടെ വർക്ക് 20,000 രൂപയ്ക്കായിരിക്കും എടുക്കുക. ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ 10,000 രൂപയുടെ വർക്ക് 20,000 രൂപയ്ക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ? ഈ പ്രൊഡക്ട്സിലൊരു ഇവന് അതുപോലും ചെയ്യാത്ത സലൂണുകളുണ്ട്. അതായത് നമ്മളൊരു 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പം ഇംഗ്ലണ്ടിന് ടൂർ കൊണ്ടുവന്ന കമ്പനിയുണ്ട്, തായ്ലാൻഡ് ടൂർ കൊണ്ടുവന്ന കമ്പനിയുണ്ട്, ജപ്പാനിൽ കൊണ്ടുവന്നുണ്ട്. ഈ ബൾക്കായിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ടൂർ പോയിട്ടുള്ള വ്യക്തികൾ എന്നിട്ട് ഈ പ്രോഡക്റ്റ് വെച്ച് ചെയ്തിട്ട് ഹെയർ ഫോളായിട്ട് എൻ്റെ കട വന്ന് ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. ഇവരൊന്നും ചെയ്യുന്നില്ല, പിന്നെ ഹെയറേ ചെയ്യുന്നില്ല ഇവർ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുക. ഇത് കേസുമായൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആര് കേസ് പോകാനാണ്? ആരാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്? ഇപ്പം ഒരു 2-3 കാര്യങ്ങൾ പറയാം. ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് 1 വർഷം മുമ്പ് ഈ പറഞ്ഞ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ലേഡി പോയിട്ട് ഹെയർ റൂട്ട് ടച്ച് നമ്മുടെ അടുത്ത് ചെയ്യുന്നതാണ് കെരാറ്റിന്. അപ്പം വളരാനായിട്ട് ഒരു 6 മാസത്തോടെയും ടൈമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴേ ചെയ്യേണ്ട, ഒരു 2 മാസത്തോടെയും കഴിഞ്ഞ് ചെയ്താൽ മതി. കാര്യം ഒരു 5,000-6,000 രൂപയുടെ ഇതാണ്. അപ്പോൾ ആ മാഡം വേറൊരു സലൂണിൽ പോയിട്ട് ഐബ്രോ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ ക്യാൻവാസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറഞ്ഞ പ്രോഡക്റ്റ് ഇട്ട് ചെയ്തിട്ട് ഹെയർ ഫുള്ള് പോയി. അവർ വലിയൊരു പോസിറ്റീവ് ഇരിക്കുകയാണ്. അവർ ഭയങ്കരമായിട്ട് പാനിക്കായി, അവർ ആകെപ്പെട്ട്. എന്നിട്ട് മോള് വന്നിട്ടാണ് അവരെ സലൂണിൽ നിന്ന് തന്നെ കൊണ്ടുപോയത്. 3-4 ദിവസം അവർക്ക് മുടി സ്പോട്ടിൽ പോയി, മൊത്തം പോയി. അത് നല്ല തിക്ക് ഹെയർ ആയിരുന്നു, ലെന്തുള്ള ഹെയർ ആയിരുന്നു. അത് ഫുള്ള് പോയെന്ന് വെച്ച് ഓൾമോസ്റ്റ് മുട്ടത്തല പോലെ ആയി അവരുടെ ഹെയർ. ഒരു 3/4 മണിക്കൂർ. അതായത് ഞാൻ പറഞ്ഞില്ലേ, എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾക്ക് അറിയാം ഈ ക്രീം എത്ര നേരം വെക്കണം എന്നുള്ളത്. ഇപ്പം കമ്പനി പറയും 45 മിനിറ്റ് അപ്ലൈ ചെയ്യാൻ പറയും. പക്ഷെ നിങ്ങളുടെ ഹെയർ 1000 പേര് വന്ന് 1000 പേരുടെ ഹെയറും വ്യത്യസ്തമാണ്. അപ്പോൾ എത്ര മിനിറ്റ് വെക്കണം എന്നുള്ള ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ അറിയുള്ളൂ എത്ര നേരം. അപ്പോൾ അതിൽ ചെറിയ മിനിറ്റ് വരെ 5 മിനിറ്റ് 2 മിനിറ്റ്സ് വരെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് കുറച്ച് നേരം ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ ഹെയർ ഫുള്ള് പോയി.
അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. എന്നിട്ട് ആ ക്ലയൻറ്റ് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് 3-4 ദിവസം പോയി, ഒരാഴ്ചയോളം പോയിട്ട് പിന്നെ ചെന്നൈ പോയിട്ട് ബിഗ് വെച്ചു 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഒരു വർഷം എടുത്ത് അവരുടെ ഹെയർ ഒന്ന് വളർന്നു വരാനായിട്ട്. ഈ ബിഗ് വെച്ചതിന് ശേഷം ഇവർക്ക് വാഷ് ചെയ്യാൻ പേടിയായിട്ട് എല്ലാ 2 ദിവസം കൂടുമ്പോൾ എൻ്റെ സലൂണിൽ വരും, മറൈൻ ഡ്രൈവിൽ നിന്ന് എൻ്റെ സലൂണിൽ വരും, ഒബ്രോണി വരും വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ ഒരു 6 മാസം. ഒന്ന് ഓർത്ത് നോക്കി, ഒരാൾക്കുണ്ടായ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഒട്ടനവധി കേസുകളുണ്ട് ഇതേപോലെ ഹെയർ പോയിട്ടുള്ളവർ. എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ സലൂണിൽ നിന്നാണ് പറ്റിയിട്ടുള്ളത്. ഇതെങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് നല്ലത് ഏതാ? ഇത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ ആൾക്കാർ ഒന്നും പറയാത്തത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഇപ്പോൾ ഗൂഗിൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടീമുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട് ഈ റിവ്യൂവിനെ ഇത് ചെയ്യാൻ വേണ്ടി തന്നെ. റിവ്യൂ മായ്ച്ചു കളയാൻ പറ്റില്ല, അതിൻ്റെ മുകളിൽ ഒരു 10-25 റിവ്യൂ ഇട്ട് അത് താഴേക്ക് കൊണ്ടുപോകും. പിന്നെ പൈസ കൊടുത്ത് അവരോട് തന്നെ ക്ലൈൻറ്റുകൾ പറയും ഞങ്ങൾ പൈസ തരാൻ ഡിലീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഫ്രീ സർവീസ് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലേ, ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി പ്രൊഡക്ട്സ് ആണോ? നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും വേൾഡിൽ തന്നെ ടോപ്പായിട്ടുള്ള ക്രീമുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും ഇത്ര സാധനമേ വരുന്നുള്ളൂ. നമ്മുടെ സിസേഴ്സൊക്കെ അവരുടെ ഓൺ എക്സ്പെൻസിൽ തന്നെയാണ്. ഈ ഇരിക്കുന്ന ഈ ക്ലിപ്പൊക്കെ ഇത് നമുക്ക് ഇത് വന്നിട്ട് ഞാൻ പഠിച്ച കാലത്ത് 2006 ഞാൻ വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ്. ഈ സിസേഴ്സാണ് ഹെയർ സ്റ്റൈൽസിന് ഏറ്റവും ഇതായിട്ടുള്ളത്. അത് നല്ല സ്റ്റൈലിഷുകൾ ഇപ്പം നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങും. ജാപ്പനീസിൻ്റെയാണ് ഏറ്റവും നല്ലത്. ഇത് ജാപ്പനീസിൻ്റെയാണ്. ഇതൊരു 7,000-8,000 രൂപയേ ഉള്ളൂ. ഇത് എൻ്റെ ഓൾമോസ്റ്റ് പഠിച്ച അന്ന് തൊട്ടുള്ളതാണ്. 20 വർഷം ആകാൻ പോകും. 20 വർഷത്തെ പഴക്കമുണ്ട്. ഇത് 2 സിസേഴ്സ് ഉണ്ട്. ഈ ക്ലിപ്പുകളും ജപ്പാൻ്റെയാണ്. ഇത് ഓൾമോസ്റ്റ് 20 വർഷം ആകാം. ജപ്പാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാൻ പറ്റും ജപ്പാൻ എന്നുള്ള എഴുത്ത്. പ്ലാസ്റ്റിക്കും മെറ്റലുമാണ്. ഈ മെറ്റൽ തുരുമ്പ് പിടിക്കുന്നില്ല. നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ സ്പ്രിങ് ഓൾമോസ്റ്റ് 20 വർഷമായി. ഇത് എൻ്റെ പൗച്ചാണ്, പേഴ്സണൽ പൗച്ചാണ്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ എടുക്കുള്ളൂ, വേറെ ആർക്കും കൊടുക്കൂല. 20 വർഷമായിട്ട് ആരെയും തൊടിക്കില്ല. ഇപ്പം മുടി വെട്ടാൻ സിസേഴ്സ് ഇല്ലെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും നീ കട്ട് ചെയ്യണ്ട, നീ പരിപാടി ചെയ്യണ്ട, അവിടെ മാറിയിരുന്നോളാൻ പറയും. നീ പുതിയത് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്താണ്. ഞാൻ എൻ്റെ സ്റ്റൈലിസ്റ്റുകൾക്കെല്ലാം ഓൺ സിസേഴ്സ് വേണമെന്ന് നിർബന്ധമാണ്. ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. കാര്യം ഇത് വൺസ് നിലത്തോട്ട് വീണാൽ പോയി. പിന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 7,000. പക്ഷേ 20 വർഷം മുമ്പ് 7,000 ഇന്നത്തെ അത്യാവശ്യം നല്ല റേറ്റ് ആയി. അതിലും കൂടുതൽ. ഇത് 2008 ഞാൻ ടോണിയ കൈ വെച്ച് വാങ്ങിച്ചതാണ്. ഇത് 2008 ഇതന്ന് 35 ഇന്ത്യൻ കൺവേർട്ട് ചെയ്യാണ് 40,000 രൂപ വരും ഈ സിസേഴ്സിന്. ഞാൻ നോക്കട്ടെ. ഇത് ജാപ്പനീസ് ഹാൻഡ് മെയ്ഡാണ്. അന്ന് 40 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 1 ലക്ഷം രൂപയുടെ മുകളിൽ വില വരും. അത് നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം. ഈ 2 സിസേഴ്സ് ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഷാർപ്നെസ്. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇത് 40,000 രൂപ വിലയുള്ളതാണ് അല്ലേ? ഓക്കെ. ഇപ്പം നമ്മുടെ ലോറ സലൂണിൻ്റെ ഇപ്പോൾ ഒരു ക്വാളിറ്റികൾ ഇപ്പം അതാണ് നമ്മളിപ്പോൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. അതുപോലെ ക്രീമുകളൊക്കെ ആണെങ്കിൽ വിദേശത്ത് നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ദുബൈയിൽ സലൂൺ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും. ഓക്കെ. വേറെ എന്തെല്ലാം സേവനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലയൻറ്റ്? ഇപ്പം സ്കിന്നിൻ്റെ കേസ് ആണെങ്കിൽ വൈഫ് ഇപ്പം കോസ്മെറ്റോളജി എല്ലാം പഠിച്ചുകൊണ്ട് പുള്ളിക്കാർക്ക് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഏതൊക്കെ പ്രോഡക്റ്റ് നമ്മൾ നല്ല പ്രോഡക്റ്റ്, ഇപ്പം സ്പെയിൻ്റെ ഓസ്ട്രേലിയയിലും പ്രോഡക്റ്റാണ് നമ്മൾ ഫേഷ്യലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്. പല രാജ്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ്. പൈസ നമ്മൾ നോക്കാറില്ല, ക്ലയൻറ്റിന് റിസൾട്ട് കിട്ടണം, പിന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും വരാൻ പാടില്ല. ഇത് വെച്ചിട്ട് നമ്മുടെ 2-3 ക്രീമുകൾ മാത്രമേ ഉള്ളൂ ഫേഷ്യൽസിന്. അത് വൈഫാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം ഹെയറിനാണെങ്കിൽ നമുക്ക് കുറച്ചേറെ പ്രോഡക്റ്റുകൾ വരുന്നത്. ഷോസ്കോപ്പുണ്ട്, ലോറിയിലുണ്ട്, വെല്ലയുണ്ട്. ഇതിലും നല്ല പ്രോഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ബെസ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് കെരാറ്റിൻ കൊണ്ടുവന്നത് നമ്മളാണ് 2008. ഞാൻ 2008 ഇന്ന് ഇപ്പോൾ കെരാറ്റിൻ പ്രോഡക്ട്സ് നിങ്ങൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. ഞാൻ 2008 കൊണ്ടുവന്നതാണ്. പക്ഷേ അന്ന് ഫോർമുലൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫേമസ് ആക്കിയിട്ടില്ല, ഒത്തിരി ആൾക്കാർക്ക് ചെയ്തിട്ടുമില്ല ആ സംഭവം. 2012-13 ആയപ്പോഴാണ് ഈ ഫോർമുലൈഡ് അല്ലാതെ സെയിം കമ്പനീനെ ഇറക്കിയപ്പോഴാണ് നമ്മളതിനെ വളരെ ഫേമസ് ആക്കി കൊണ്ടുവന്നത്.
ഇത് വന്നിട്ട് 2008 നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ചില സലൂണുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഒരു ഷോർട്ടാക്കി പറയാൻ വേണ്ടിയിട്ടാണ്, റേറ്റ് കുറവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മളെല്ലാവരും പറയുന്നില്ല, ചില സ്ഥാപനങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞോന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. ഈ ചില പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂർ കിട്ടും. ഞാൻ എല്ലാ വർഷവും ടൂർ പോകുന്നതാണ്, പക്ഷേ നമ്മൾ ഒരു വർഷത്തെ പ്രോഡക്റ്റിൻ്റെ ഇത് നോക്കിയിട്ടാണ്, അല്ലാതെ ഒരു ഒറ്റ പർച്ചേസ് വെച്ചിട്ടല്ല. ചില കേസിൽ ഒറ്റ പർച്ചേസിന് നിങ്ങളൊരു 3 ലക്ഷം രൂപയുടെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്തോ, ഞങ്ങൾ ടൂർ കൊണ്ടുപോകും ഇംഗ്ലണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ്, അവർ കയറി പൊക്കോളും. ഈ പ്രോഡക്റ്റിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ഇവർക്ക് അനുഭവിക്കുന്ന ക്ലയൻറ്റാണ്. ക്ലയൻറ്റിന് അനുഭവം ഉണ്ടായാൽ തന്നെ ഓണേഴ്സിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹെയർ ഉരുകിപ്പോയിട്ട് 14,000 രൂപയൊക്കെ വാങ്ങിച്ച സലൂണുകളുണ്ട് ഇന്ന് കൊച്ചിയിൽ. 30,000 രൂപയുടെ പ്രോഡക്റ്റ്, 3,000 രൂപയുടെ പ്രോഡക്റ്റ്, ഇവർ 3,000 രൂപയുടെ ഇട്ട് ചെയ്യുന്നത്, ഞങ്ങൾ 30,000 രൂപയുടെ ഇട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ 100 ഗ്രാമിന് 3,000 രൂപ വേണ്ടേ? ഈ 3,000 രൂപയുടെ പ്രോഡക്റ്റ് വെച്ച് എത്ര വേണമെങ്കിലും ചെയ്യത്തില്ലേ? അപ്പോൾ 1,000 രൂപയ്ക്കോ 2,000 രൂപയ്ക്കോ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതെ, തിരിച്ച് ആ ക്ലയൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒന്നും ഏറ്റെടുക്കില്ല. അത് കഴിയുമ്പോൾ ഇത്രയും രൂപയ്ക്കാണ് ഓഫറിലാണ് ചെയ്തത്. അങ്ങനത്തെ സലൂൺ അറിയാം, ഭയങ്കര വലിയ സലൂൺ അറിയാം, 10,000 സ്ക്വയർ ഫീറ്റും 5,000 സ്ക്വയർ ഫീറ്റും ഒക്കെയുള്ള വലിയ സലൂണുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഒരു ഇത് ചോദിക്കണേ, എല്ലാ മേഖലയിലും പാരകളുണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ഒരു പാരയുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കോമ്പറ്റേഴ്സ് ഉണ്ട്, പണിയല്ല, 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം എൻ്റെ സലൂണിൽ 20 വർഷത്തിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു ലേഡിയോട് മിസ്ബിഹേവ് ചെയ്യുന്ന പറഞ്ഞൊരു കംപ്ലൈൻറ്റ്, അത് പോലീസ് കേസ് വരെയായി. അപ്പം ക്ലയൻറ്റിനോട് ഒരു സ്റ്റാഫ് 20 വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ച കേട്ടോ, ഇങ്ങനെ വന്ന് കേസായി പാലാരിട്ട് സലൂൺ ഇതിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര നാൾ എക്സ്പീരിയൻസ്, എനിക്ക് ഇത്രയും ബാക്ക്ഗ്രൗണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ക്ലയൻറ്റ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ പറഞ്ഞു. ഓക്കെ, നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് അവർക്ക് കൊടുത്തു. അതേപടി നമ്മളൊന്നും ഡിലീറ്റ് ചെയ്യാനൊന്നും പോയില്ല. വീഡിയോയ്ക്കകത്ത് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ആ ക്ലയൻറ്റ് പറഞ്ഞു ഈ സ്റ്റാഫിനെ ഇനി കേരളത്തിൽ കാണാൻ പാടില്ല, ഒറ്റ ഡിമാൻഡ്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അവനെ പരിപാടി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം നമ്മുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ അടുത്തൊരു മോളിൽ ഈ പയ്യൻ പോയി കയറി. ഒരു ഇൻവെസ്റ്റേഴ്സ് സലൂണാണ്. ഈ പണിയെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സലൂണാണ്. അവരെ നമ്മൾ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നമ്മൾ പോലീസ് സ്റ്റേഷൻ വീണ്ടും ഞാൻ പോയി, ആ ലേഡിയോടും പറഞ്ഞു, ഞാനും ചെന്ന് സ്റ്റേഷനിൽ ഇങ്ങനെ ഈ സ്റ്റാഫ് കയറിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം അവിടെ വിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. ആ സ്റ്റാഫ് 4-5 മാസം ആ സലൂണിൽ തന്നെ വർക്ക് ചെയ്തു. അവർക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇവനെ പറഞ്ഞു വിടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റേഴ്സിനെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യാൻ അറിയില്ല. അവർക്ക് ഒരു സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണമെന്നറിയില്ല. അവർക്ക് പേടിയാണ്. സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ അവർക്ക് റണ്ണിങ് ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ട് പണിയെടുക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു സ്റ്റാഫ് ഒരു നമ്പരും എടുക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാഫിന് ബുദ്ധിമുട്ട് ആ നിമിഷം പറഞ്ഞു വിടുക. 1, 2 രണ്ടാമത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞു വിടും. 1 നമ്മൾ വാണിംഗ് കൊടുക്കും, 2ാമത്തെ നമ്മൾ പറഞ്ഞു വിടും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റർ, വേറൊരു കോമ്പറ്റീറ്റർ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് റൂമിൽ പിള്ളേർക്ക് വന്ന് നല്ലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവന് വന്നിട്ട് ഈ ഡ്രഗ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. ഒരു സ്റ്റാഫിനെ ടാർഗറ്റ് ചെയ്ത്, നമ്മുടെ നല്ല സ്റ്റാഫ്, മറ്റൊരു ഇത് ഞാൻ പറയാം കോമ്പറ്റീറ്ററിൻ്റെ ഒരു പുതിയ പരിപാടിയാണ്. നമ്മളറിയാം, നമ്മുടെ സ്റ്റാഫ് റൂമിൽ വന്ന് ആ റൂം അടച്ചിട്ട് ഇങ്ങനെ കഞ്ചാവ് പോലെ വലിക്കുന്ന ഒരു സംഭവം നമ്മളറിഞ്ഞ് അവനെ പിരിച്ചു വിടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് നോട്ട് ചെയ്ത്. അതായത് ഇവൻ മറ്റേ സലൂണിൽ സ്ഥിരമായിട്ട് ഇവനെ വന്നിട്ട് ഇത് കൊടുക്കുന്നു, എന്നിട്ട് നമ്മുടെ സലൂണിൽ കംപ്ലൈൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നു. അപ്പം നമുക്ക് എഫക്റ്റായോ? ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച്. അത് എനിക്ക് ഈ പണി അറിയാവുന്നതുകൊണ്ട് ഇവൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ എനിക്കറിയാം. ഇവൻ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടോ, അയൺ ചെയ്യുന്നുണ്ടോ, എത്ര ടെമ്പറേച്ചറിലാണ് അയൺ ചെയ്യുന്നത്, എല്ലാ കാര്യവും നമുക്കറിയാം. A to Z കാര്യങ്ങൾ. ഇപ്പം ടെമ്പറേച്ചർ മാറ്റി അയൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹെയർ നേരെ ആവില്ല. ക്രീം അപ്ലൈ ചെയ്ത് ഇവന് ടെമ്പറേച്ചർ വ്യത്യാസം ഹെയർ ആവില്ല. ഇങ്ങനെ നമ്മൾ ഒരു 3-4 കംപ്ലൈൻറ്റ് ഇവനുണ്ടാക്കി നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു. ഇവൻ എന്താ ചെയ്ത, കോമ്പറ്റീറ്ററിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് കയറാൻ വേണ്ടിയാണ്. എൻ്റെ അടുത്ത് 1 വർഷം എഗ്രിമെൻ്റ് ഉണ്ട്. 3 മാസത്തോടെ ഇനി കിടപ്പുണ്ട്, പറഞ്ഞു വിടണം. അതിനുവേണ്ടി ഒപ്പിച്ച പരിപാടിയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ചെയ്യുന്നു അറിയാൻ പറ്റില്ല. എനിക്കറിയാം ഇവൻ്റെ ഈ കലാപരിപാടി മൊത്തം. ഞാൻ പറഞ്ഞു മോനെ ഈ പരിപാടി നടക്കില്ല, മോനെ വിട്ടോളാൻ പറഞ്ഞു.
അങ്ങനെ ഇവന് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇവൻ മലേഷ്യക്ക് പോയി. ഇത് ഈ കോമ്പറ്റീറ്റർ അവൻ്റെ ഒരു സ്റ്റാഫിനെ വെച്ച് തന്ന പണിയാണ്. ഇങ്ങനെ പല പല പണികൾ ഇപ്പം 2-3 കേസായില്ലേ. ഇങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട് ഈ ഫീൽഡിൽ. നമുക്ക് ഈ പണി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇവൻ എൻ്റെ വൈഫും ഉണ്ട്. എൻ്റെ വൈഫും കയറി ഇറങ്ങി നോക്കും എല്ലാ സലൂണിലും. ഇപ്പോൾ വളരെ നമ്മൾ സക്സസ് ആയി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന അനുഭവങ്ങൾ തന്നെ കേട്ടാൽ അറിയാം നമ്മൾ എത്ര നന്നായിട്ടാണ് നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാ മോശമായ പഴുതുകളും ഇതിപ്പോൾ ഒരു കൊച്ചിനെ പരിപാലിച്ച് പോകുന്നതുകൊണ്ടാണ് നോക്കുന്നത്. മറ്റുള്ളവർക്ക് ഇത് അങ്ങനല്ല. മറ്റുള്ളവർ കാനഡ ഇരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ഇരിക്കുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ പണിക്ക് പോകുന്നു. അവർക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, അത് എങ്ങനായാലും അവർക്ക് കുഴപ്പമില്ല. ഇപ്പം പിള്ളേർക്ക് കഞ്ചാവ് അടിച്ചാലോ കഞ്ചാവ് കൊടുത്താലോ, ഇനിയും വേറൊരു സംഭവം പറയാം, ഈ മോഡൽസ് വരും ഹെയർ ചെയ്യാനായിട്ട്. ഇനി അവർ വരെ ഇവരുടെ കൂടെ പോകുന്നുണ്ട്, ഈ സ്റ്റൈലിസ്റ്റിൻ്റെ കൂടെ പല സ്ഥലങ്ങളും പോകുന്ന വെച്ചാൽ രാത്രി അവരങ്ങ് പോവാണ്, ചെയ്ത് കഴിഞ്ഞാൽ റൂമിലേക്ക് പോവാണ്. അത് ചെയ്യുന്ന മോഡലും സ്റ്റൈലിസ്റ്റും എല്ലാം പോവാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ കൂടെ അങ്ങ് പോവാണ്. മീൻസ് അതും ഒരു ഓണർ കണ്ണടച്ച് കൊടുക്കുവാണ്. ഡ്രഗ് ആയാലും ഇതായാലും എല്ലാം ഇവരെ കണ്ണടച്ച് കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലോ നമ്മൾ ഇതുപോലെ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് സ്റ്റാഫ് റൂമിൽ വന്നിട്ട് പ്രശ്നമുണ്ടായി. അത് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്താണ്, മറിൽ കൊടുത്താണ് ഈ സംഭവം. അതിനെക്കുറിച്ച് ഒരു എൻക്വയറി ഉണ്ടായില്ല. ഇപ്പോഴും ആ സ്റ്റാഫ് ഈ എറണാകുളത്ത് തന്നെ വർക്ക് ചെയ്യാണ്, വലിയൊരു ഹെയർ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആയിട്ട്. അവിടെ ഇന്ന് 20 വർഷമായിട്ട് എനിക്കറിയുന്ന ഒരു പയ്യൻ പറയുന്നത് സ്ഥിരം ഇത് തന്നെയാണ്, പുകയാണ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഒരു സലൂന് ഒട്ടനവധി പിള്ളേരുണ്ട്. ഇപ്പം ഈ നോർത്ത് ഈസ്റ്റ് എനിക്ക് തോന്നുന്നു 20-25% ഇതിനൊക്കെ അടിമകളാണെന്ന് തോന്നുന്നു. എല്ലാവരും അല്ല, ഞാൻ 20-25% ഉണ്ട്. എനിക്കറിയാം വൈറ്റിൽ ഒരു സലൂണിലുണ്ട്, ഒരു ലേഡി സ്റ്റാഫ് അടക്കം ഇതിന് അടിമയാണ്. ഈ വൈറ്റിൽ ഒരു സലൂൺ. ഇതെല്ലാം നമ്മൾ ഒരിടത്ത് ഒരു ടീമിനെ പറഞ്ഞാണ്, പോലീസിൽ ഇതിന് ഒരു വിങ് ഉണ്ട്, അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞാണ്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. വ്യക്തമായിട്ട് ഇവർ റൂമിൽ ഇരുന്ന് സെലിബ്രിറ്റി അടക്കം കൂടിയിരുന്ന് അടിക്കുന്നതും എല്ലാം നമുക്ക് തെളിവുകളുണ്ട്. നമ്മൾ ഒരു കുട്ടിയെ കടിച്ചു പറിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഈ ഗ്യാങ്ങിൽ ഇരുന്ന് അടിച്ചിട്ട് കടിച്ചു പറിച്ചിട്ട് ഇത്രയും ഭാഗത്ത് കറുത്ത് കരിക്കട്ട പോലെ. ഞാൻ ചോദിച്ചു എന്താടാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി കടിച്ചു പറിച്ചാണ്, അവൾക്ക് വട്ടാണ്. ഒരു സെലിബ്രിറ്റിയാണ് ഒരു ടീം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കുറെ ഇതിന്റെ പുറകിലുണ്ട്. നന്നായിട്ട് നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ടോ നല്ല വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളതല്ലേ ഒത്തിരി സലൂണുകൾ ഓപ്പൺ ചെയ്യാത്തത്. നമുക്ക് നല്ല സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എനിക്ക് ഓപ്പൺ ചെയ്യാൻ താല്പര്യമില്ല. കാര്യം നമുക്ക് ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ പറ്റില്ല. നമുക്ക് ഫാമിലിയാണ്, കുട്ടികളുണ്ട്, ബുദ്ധിമുട്ടാണ് ഇത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം ദുബൈ ഇരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അറിയണം. ഇവിടെ ഒരു സലൂണിൻ്റെ ഓണർ ഒരാൾ ദുബൈ ഇരിക്കുന്നു, ഒരാൾ കാനഡ ഇരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. ഈ സ്റ്റാഫിന് 30%, 40%. ഇവൻ്റെ പോക്കൃത്തരം ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ അവന് വേണ്ടി വേറെ സലൂൺ വരെ ഇട്ട് കൊടുക്കുക പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സെലിബ്രിറ്റി എത്തിക്കാൻ 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വേണം. അങ്ങനെ ഒരു 10 സെലിബ്രിറ്റി ഒരു മാസം എത്തിച്ചാൽ എത്ര രൂപയായി? എന്നിട്ട് ആ സ്റ്റാഫ് കമ്മീഷൻ കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക സ്ഥാപനത്തിലേക്ക് വരുന്ന ഇപ്പൊ സെലിബ്രിറ്റികളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ആരാണ് സ്ഥിരം? നമുക്ക് മെയിനായിട്ട് ഒരു 30-നും 70-നും ഇടയ്ക്കുള്ള ക്ലയൻറ്റുകളാണ്. എങ്ങനെക്കാട്ടും കൂടുതൽ ഈ ഒരു ബിസിനസ് ക്ലാസ് ലെവലിലുള്ളവരാണ് നമുക്ക്. അവർ സ്ഥിരമായിട്ട് എല്ലാ മാസം വരുന്നു. അവർക്ക് പ്രൈവസി ഉണ്ട്. നമ്മൾക്ക് 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള സലൂണുണ്ട് ചക്രപ്പറമ്പിൽ. 300-1000 എത്തി. അന്ന് 2500 രൂപ റെന്റ് ഉള്ളൂ. ഇന്ന് എനിക്ക് എല്ലാ സലൂണിനും കൂടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ റെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു സലൂൺ 1000 സ്ക്വയർ ഫീറ്റിന് എനിക്ക് 5 ലക്ഷം രൂപ റെന്റ് ഉണ്ട് ഫോറം മോളിൽ. അന്ന് 2500 ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 5 ലക്ഷം രൂപ 1000 സ്ക്വയർ ഫീറ്റിന്. ആ ഒരു ലെവൽ, ആ ഒരു ഇത് നമുക്ക് വന്നു. എവിടെ ചെയ്യാനുള്ള സ്ഥാപനം അത്രത്തോളം വളർന്നു എന്നുള്ളതാണ് അതിന്റെ വലിയൊരു വളർന്നു. കൂടെ നമ്മൾ വളർന്നു. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും 20 വർഷം കൊണ്ട് നമുക്ക് അനവധി കാര്യങ്ങൾ കാണാൻ പറ്റി. ഈ സലൂൺ മേഖലയിൽ ഇപ്പോൾ ഫ്രാഞ്ചൈസി ഇങ്ങനെ ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും ഇതിൻ്റെ പുറകിലൊക്കെ ഒരു തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടോ? ഇതിൻ്റെ പുറകെ തട്ടിപ്പുകളുണ്ടോയെന്ന് ചോദിച്ചാൽ തട്ടിപ്പുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 3-4 ഫ്രാഞ്ചൈസി ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ 2006 ഒരു ടീം ഉണ്ടായിരുന്നു. അവരിപ്പം അധികം ഇല്ല. പക്ഷേ അവരന്ന് 1700 സലൂണുകൾ ഓപ്പൺ ചെയ്ത്.
1700? 700 സലൂണുകൾ ഓപ്പൺ ചെയ്തു. എവിടെ? വേൾഡ് വൈഡ്? ഇന്ത്യയിൽ മാത്രം അത്രത്തോളം ഓപ്പൺ ചെയ്തു. അതേ ഒരു സലൂൺ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ 5 തൊട്ട് 10 ലക്ഷം രൂപയാണ് ഫ്രാഞ്ചൈസി ഫീ. പിന്നെ ഇന്ത്യയിൽ ചെയ്ത് കൊടുക്കുന്നു, ചെയർ വാങ്ങുന്നു, ഇതിലെല്ലാം കൂടി നമുക്കൊരു 10 ലക്ഷം 15 കിട്ടും. അങ്ങനെ ഏറെക്കുറെ ഒരു 25 ലക്ഷം രൂപയോളം കിട്ടും ഒരു ഫ്രാഞ്ചൈസി. അങ്ങനെ ഒരു 1700 ഫ്രാഞ്ചൈസി ഓപ്പണായി ഇന്ത്യയിൽ. കണക്ക് കൂട്ടാനൊന്നും പറ്റില്ല നമുക്ക്. ഇപ്പം കേരളത്തിൽ കുറച്ചൊക്കെ ഉള്ളൂ. അവരിപ്പം കാര്യം ഇത്രത്തോളം സ്റ്റാഫിനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം സ്റ്റാഫ് ഇല്ലാതെ വരുമ്പം വർക്ക് മോശമാവും, അങ്ങനെ സലൂൺ ക്ലോസ് ആവും. പിന്നെ ഇവർ തന്നെ എന്ത് ചെയ്യും, നല്ല സ്റ്റാഫിനെ ആദ്യം വിടും, അത് കഴിഞ്ഞ് അടുത്ത സലൂൺ ഓപ്പൺ ആകുമ്പോൾ അങ്ങോട്ട് വിടും. അങ്ങനെ പ്രശ്നം വന്ന് പല സലൂണും ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഇവർ തന്നെ എടുക്കും 10 ലക്ഷം രൂപയ്ക്ക്. 50 ഇൻവെസ്റ്റ് ചെയ്തവരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്ക് എടുക്കും. എന്നിട്ട് പുതിയൊരു ഇൻവെസ്റ്റർക്ക് പറയാം അവർക്ക് നടത്താൻ അറിയില്ല, നിങ്ങൾ നടത്താൻ പറഞ്ഞിട്ട് വീണ്ടും ഇത് 40 ലക്ഷം രൂപ 30 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെ 10 പ്രാവശ്യം മറിഞ്ഞ സലൂണുകൾ എറണാകുളത്ത് തന്നെയുണ്ട്. അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും, അവർക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ ഒരു കലാപരിപാടി നടക്കുന്നില്ല. ഇപ്പം വേറെ ടീമുകൾ വന്നു. ആ ടീമുകളും ഇതേ പരിപാടിയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേരളത്തിൻ്റെ ഏതൊരു മുക്കും മൂലയിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു സലൂൺ കാണാം. നിങ്ങൾ വിചാരിക്കും ഇത് വലിയ സംഭവമാണ്, കാശ് കിട്ടുമെന്നൊക്കെ. പക്ഷേ ഈ 100 ഓപ്പൺ ചെയ്യുമ്പോൾ 10 മാത്രമായിരിക്കും ഒരു പ്രോഫിറ്റ് പോകുന്നത്, ബാക്കിയെല്ലാം നഷ്ടത്തില്ല. പിന്നെ ഈ എടുക്കുന്നവരെല്ലാം വലിയ വലിയ ആൾക്കാരാണ്, വലിയ ഡോക്ടർമാർ, അല്ലെങ്കിൽ കാനഡയിൽ അമേരിക്കയിലുള്ളവർ, ദുബൈയിലുള്ളവർ, ഇവരൊക്കെ എടുക്കും. എന്നിട്ട് ഇവരുടെ സാലറിയിൽ നിന്ന് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും, റെൻറ്റും സ്റ്റാഫ് സാലറിയും. വിടാനുള്ള അറിയാലോ, ഒരു കച്ചവടം ഇട്ട് നിങ്ങൾക്ക് കളയാനുള്ള ബുദ്ധിമുട്ട്, നാണക്കേട്, മാനക്കേട്, ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സ്റ്റാഫുകളുടെ എക്സ്പീരിയൻസ് ഇവർക്ക് നോക്കാറിയില്ല. അപ്പം നമ്മുടെ അടുത്തുനിന്ന് ഈ സ്റ്റാഫുകളെ വിളിച്ചുകൊണ്ട് പോകും. 10,000 രൂപ ഇപ്പോൾ സ്റ്റൈലിഷ് 10,000 അല്ല 50-60 ഒക്കെ ആയി. ഈ 50,000 രൂപ കിട്ടുന്നതിന് 75,000 രൂപ കൊടുത്ത് വിളിച്ചുകൊണ്ട് പോകും. പിന്നീട് അവിടുന്ന് അടുത്ത ഇതിലേക്ക് ചാടുമ്പം വീണ്ടും 10,000. ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇവൻ ഒരു 25,000 രൂപ വരെ ഹൈക്കാവും. അങ്ങനെ ഇപ്പം നമുക്ക് സലൂൺ നടത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാക്കിയിരിക്കുകയാണ് ഈ ഫ്രാഞ്ചൈസികളും ഈ ഇൻവെസ്റ്റേഴ്സും വന്നിട്ട്. കഴിഞ്ഞ ഇടയിൽ ഒരു 65,000 രൂപ കിട്ടുന്നതിന് ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒരു സലൂണിൽ ഒരുത്ത് നിൽക്കുന്നു. അവൻ വലിയ സെലിബ്രിറ്റി ആക്കി, ഈ ഇവർ പൈസ കൊടുത്ത് അങ്ങനെ സെലിബ്രിറ്റി ആയിരിക്കും. വേറൊരു ഇൻവെസ്റ്ററിൻ്റെ സലൂണിലേക്ക് വിളിച്ച് 75,000 കൂട്ടി. ഇപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്കായി അവൻ്റെ പരിപാടി. അവൻ്റെ ഇത് ഹൈക്കായി. അവൻ 75,000 നേരെ 1.5 ലക്ഷത്തിലേക്ക് പോയി. ഈ ക്ലയൻറ്റും അവൻ്റെ കൂടെ പോയി. ഇപ്പം നമ്മുടെ സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തിൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു വിട്ടെന്ന് വെച്ചാൽ അങ്ങനെ വിട്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്നവർ ഈ ഫ്രാഞ്ചൈസി കയറും. എന്നിട്ട് ഈ ഫ്രാഞ്ചൈസി സ്റ്റൈലിസ്റ്റ്, ടോപ്പ് സ്റ്റൈലിസ്റ്റ്, ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു 5 കാറ്റഗറി ഉണ്ട്. നമ്മുടെ കൂടെ 15 വർഷം ആയവന് 900 രൂപ ഫിക്സഡാണ്. നമുക്ക് 900 രൂപയാണ് ഹെയർ കട്ടിന്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 2,000 രൂപയായി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് എക്സ്പീരിയൻസ് നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയില്ലല്ലോ ഇത് നോക്കാം. ആർക്കാണ് അറിയാവുന്നത്? ലണ്ടനിലാണ് അതിൻ്റെ മെയിൻ തലപ്പുക. മെയിൻ എന്നെ പോലെ നടത്തിക്കൊണ്ടിരുന്ന ആൾ മരിച്ചു പോയിട്ട് മക്കൾ അവരൊക്കെയാണ് നടത്തുന്നത്. അവർക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അവർ ബിസിനസ്സാണ് ചെയ്യുന്നത്. അവർക്ക് മുടി വെട്ടുന്നതിൻ്റെ ഒരു ക്വാളിറ്റി പോലും ചെക്ക് ചെയ്യാൻ അറിയില്ല. ചെക്ക് ചെയ്യാൻ കുറച്ചെണ്ണത്തെ വിട്ടിട്ടുണ്ട്. അവർക്ക് ഇതിന് സമയമില്ല. കാര്യം ഇങ്ങനെ കൂണുപോലെ തുറക്കുമല്ലേ. ഈ ആഴ്ച ഇവിടെ തുറക്കുന്നു, അങ്കമാലി തുറക്കുന്നു, കട്ടപ്പന തുറക്കുന്നു, കാഞ്ഞിരപ്പള്ളി തുറക്കുന്നു, പട്ടിക്കാട് ഉള്ളിടത്തെല്ലാം തുറക്കുന്നു. നിങ്ങൾക്ക് എത്ര സ്റ്റാഫിനെ ഇത് മറ്റേ കമ്പ്യൂട്ടറിൽ അടിച്ചുണ്ടാക്കാൻ പറ്റില്ലല്ലോ. സ്റ്റൈലിസ്റ്റ് തന്നെ വേണം. അപ്പം തൂക്കുന്നതും വരെ ഇതിൻ്റെ പുറകെ പോവുകയാണ്. തൂക്കുന്നതിന് വരെ ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഈ പറഞ്ഞാൽ നമ്മുടെ ഈ പണി അറിയത്തില്ല നമ്മൾ ഇറക്കി വിട്ടവരൊക്കെ അവിടുത്തെ ടോപ്പ് സ്റ്റൈലിസ്റ്റാണ്. 800 നേരെ 2,000 രൂപയ്ക്ക്. ഈ നമ്മുടെ നാട്ടിലെ മണ്ടന്മാരായ ജനങ്ങൾ പോയി എന്നിട്ട് 2,000 രൂപയ്ക്ക് കട്ട് ചെയ്യും. വലിയ ബ്രാൻഡാണല്ലോ, ലണ്ടൻ ബേസ് ആണ്, അമേരിക്കൻ ബേസ് എന്നൊക്കെ പറഞ്ഞ്. ഈ നമ്മുടെ അടുത്ത് തൂക്കുന്നതിനും തുടക്കുന്നതിനും പണി അറിയത്തില്ലാത്തതിനൊക്കെയാണ് അവിടുത്തെ മെയിൻ ഇപ്പം ടോപ്പ് സ്റ്റൈലിസ്റ്റ്. എനിക്കറിയാവുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ സലൂണിൻ്റെ ഓപ്പോസിറ്റ് വരെ വർക്ക് ചെയ്യുന്ന ടീമുകളുണ്ട്. ഇവർ 3-4 മാസം കഴിഞ്ഞിട്ട് ഈ കംപ്ലൈൻറ്റ് മുടിയെല്ലാം ഓരോരുത്തരുടെ പോയി കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇവന് പണി അറിയില്ലെന്ന്. അപ്പോഴാണ് ഇവർ പറഞ്ഞു വിടുന്നത്. 4 മാസം കഴിഞ്ഞപ്പോൾ. 4 മാസം കഴിഞ്ഞാൽ ഒരു ദിവസം 5 ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്ത് 3 15 150 ക്ലയൻറ്റ് അല്ലേ, 150 ക്ലയൻറ്റ് ഒരു മാസം അവൻ അറ്റൻഡ് ചെയ്തത്. 4 മാസമായപ്പോൾ എത്ര 1,500 ക്ലയൻറ്റ് മോളിയായി അറ്റൻഡ് ചെയ്ത്. ഇതിൽ 50% ആൾക്കാരുടെ ഹെയറും പോയിട്ടുണ്ടാവും ഇവനൊക്കെ ചെയ്ത്. ഓക്കെ, എന്തായാലും നമുക്കൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കംപ്ലൈൻറ്റ് നമ്മൾ നോക്കുന്നു, പണി അറിയത്തില്ല, പറഞ്ഞു വിട്ടു, നമ്മൾ അടുത്ത ആളെ കയറ്റും. ഫ്രാഞ്ചൈസി കഴിഞ്ഞാൽ ഇവർക്ക് ലെറ്റർ അയച്ച് അവിടെ നിന്ന് ആൾ വരാനായിട്ട് മിനിമം 2-3 മാസം എടുക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കച്ചവടം നടത്തണ്ടേ? നിങ്ങൾ അന്നേരം സഹിച്ച് അവനെ
എന്ത് കാണിച്ചാലും എന്ത് ഇത് കാണിച്ചാലും നിങ്ങൾ സഹിച്ച് ഇവനെ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. നമുക്കതുകൊണ്ട് എന്താ സ്റ്റാഫിൻ്റെ സാലറി ഹൈക്ക് ആവുന്നു, പല പല പ്രശ്നങ്ങൾ. എന്ത് പോക്കൃതരം കാണിച്ചാലും എടുക്കാൻ ആളുണ്ട്. അതാണ് വേറൊന്ന്. നമ്മുടെ സലൂണിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല മറ്റേ കേസിലൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അവനെ ഇറക്കി വിട്ടിട്ട് അവൻ പോയിട്ട് വേറെ സലൂണിൽ കയറിയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അവൻ. അവർ ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്ത് ഇവരൊക്കെ അറിയിക്കുകയും ചെയ്ത്. എന്നിട്ടും ഇവർ ഈ സ്റ്റാഫിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? പണി അറിയാവുന്നവർ വെച്ചുകൊണ്ടിരിക്കില്ല. കേസ് വരെ ഉൾപ്പെട്ട സ്റ്റാഫിന് വ്യക്തമായ തെളിവ് കാണിച്ചിട്ട് വരെ ഇവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈസൻസും ഇതൊക്കെ വേണ്ടേ? ശരിക്കും കാനഡയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെളിയിലുള്ള വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് എനിക്ക് അന്ന് ജോലി കിട്ടിയത്. അല്ലാത്തൊരു 3 വർഷം പഠിച്ച് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒട്ടനവധി പ്രശ്നം ഒഴിവാകും. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒളിച്ചോടില്ല പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ പരിപാടിയിലേക്ക് വരും. ഇതത്ര എന്താ സമാധാനമുള്ള ഒരു പരിപാടിയാണ് ഹെയർ. ഇപ്പം നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ. നിങ്ങളോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, നിങ്ങളുടെ കഥകൾ പറയുന്നു, അവൻ്റെ കഥകൾ പറയുന്നു. നിങ്ങൾ രണ്ടാമത് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടുചരിത്രം മൊത്തം പറയുമായിരിക്കാം. അതൊരു ഇതാണ് വളരെ ഈസി ആയിട്ട് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലുള്ള പിള്ളേർ അമേരിക്കയും പഠിക്കാൻ പോകുന്നു, കാനഡയ്ക്ക് പഠിക്കാൻ പോകുന്നു. അവിടെ പോയിട്ട് എനിക്കറിയാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. അവൻ്റെ കയ്യിലൊന്നും $1 പോലും കാണില്ല ഈ പിള്ളേരുടെ കയ്യിൽ. കാര്യം ഞാൻ ഇവരോടൊക്കെ താമസിച്ചിട്ടുള്ള കാനഡ ഞാൻ പറഞ്ഞില്ലേ 4 വർഷം ഉണ്ടായിരുന്നല്ലോ ഞാൻ. ഈ ഇടയ്ക്ക് ഞാൻ വാൻകൂവർ 2022 ഞാൻ ഈ പിള്ളേരുടെ കൂടെ താമസിച്ച ഒരു കോയിൻ പോലും ഇല്ല അവരുടെ കയ്യിൽ, ബാങ്ക് ബാലൻസ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇന്നിപ്പം ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ പിള്ളേർക്ക് 20,000 രൂപ 30,000 രൂപ സ്റ്റാർട്ടിങ് സാലറി. ഈ പൈസ പോലും അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വെളിയിൽ പഠിക്കാൻ സാധ്യതകളുള്ള ഒരു മേഖലയും കൂടിയാണ്. ഉണ്ട്, ധൈര്യമായിട്ട് ചെയ്യാന്നുള്ളൂ. പക്ഷെ നാണക്കേടും മാനക്കേടൊക്കെ ആയിരിക്കാം. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇപ്പം ഡോക്ടേഴ്സ് അല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർമാർ ഹെയർ സ്റ്റൈലിസ്റ്റ് വരെ ആകുന്നുണ്ട്, എഞ്ചിനീയർമാർ ഹെയർ സ്റ്റൈലിസ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മുടെ ലോറ സലൂൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതെ, പുതിയ ജനറേഷന് വേണ്ടി നമ്മൾ എന്താണ് പുതിയ അപ്ഡേഷൻ എന്താ കൊടുക്കുന്നത്? ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ വളരെ തീരെ പാവങ്ങൾ, കാശുള്ളവർ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും അങ്ങ് പോവുകയാണ്. തീരെ കാശില്ലാത്തവർ ഇവിടെ തന്നെ കിടക്കണം. ഈ മിഡിലുള്ളവരും എങ്ങനെയൊക്കെ കയറി പോവുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നിർത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു അക്കാഡമി ഇട്ടിട്ട് നല്ല ഇവന് വെളിയിൽ നിന്നുള്ള, അതായത് US UK അല്ലെങ്കിൽ വെളി രാജ്യത്തുള്ള ടീച്ചേഴ്സ് എനിക്കറിയാമെങ്കിൽ പോലും എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹയർ ചെയ്തിട്ട് ഒരു അക്കാഡമി ചെയ്യാനൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നാളെ കഴിഞ്ഞൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് സലൂൺ കൂടുതൽ ഓപ്പൺ ചെയ്യാത്തതും. നമുക്ക് ഇതൊന്നും നടത്തിത്തരാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വരാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാത്തതിൻ്റെ കാര്യം നമ്മുടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്ന മാത്രമേ നമുക്ക് കാരണം നമ്മുടെ കണ്ണെത്തണം. ഈ പറഞ്ഞ പോലെ ഡ്രഗ് ഇതൊക്കെ അടിച്ച് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീത്തപ്പേരായി, നമ്മുടെ എല്ലാ ബ്രാൻഡിനെയും ബാധിക്കും. ഇന്ന് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് കാശ് കൊടുത്ത് ഒതുക്കുന്ന ഒത്തിരി ടീമുകളുണ്ട് ഈ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റേഴ്സ് സലൂണിൽ. ഈ പറഞ്ഞ കാശ് കൊടുത്ത് സെലിബ്രിറ്റി ആക്കിയ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് അവൻ എന്ത് പോക്കൃതം കാണിച്ചാലും ഇവരൊക്കെ കണ്ണടക്കുകയാണ്. അടച്ചേ പറ്റുള്ളൂ. കാര്യം എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സെലിബ്രിറ്റി കൊണ്ടുവന്ന് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും വലിയ ചലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം. ഇപ്പം ഇൻസ്റ്റഗ്രാമാണ് തീരുമാനിക്കുന്നത് ഞാൻ കച്ചവടം ചെയ്യണോ വേണ്ടതെന്ന്. സത്യമല്ലേ? കാര്യം 1 മില്യൺ വ്യൂ ഉള്ള എന്തെങ്കിലും ഒരു പൊട്ടത്തരത്തിൻ്റെ പുറകെയാണ് ആൾക്കാർ ഓടുന്നത്. പിടികിട്ടില്ലേ? ഞാൻ 1000 നല്ല വർക്ക് ചെയ്താലും മറ്റൊരു സലൂണിൽ എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിച്ച് ഒരു 1 മില്യൺ സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിച്ച് കളർ ചെയ്യണമെന്നില്ല, അത് ചീത്ത കളറായിരിക്കും എങ്കിൽ പോലും ആ വീഡിയോ എടുക്കുന്ന സമയം അതൊരു 1 മില്യൺ 2 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾ ഫേമസ്, ചെയ്യുന്ന സലൂൺ ഫേമസ്, എല്ലാം ഫേമസ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പൈസ ഇറക്കുന്ന പൈസ വരുന്നു. നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു. നമുക്ക് ജെന്യുയിൻ ക്ലയൻസ് ഉണ്ട് ഇവിടുത്തെ, നമ്മളെ അറിയുന്ന ക്ലയൻറ്റ്. അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ഹോസ്പിറ്റൽ ഓണേഴ്സ് ആയാലും ബിസിനസ് ചെയ്യുന്ന പലരും നമ്മളെ അറിയുന്ന ക്ലയൻറ്റാണ്. ഓക്കെ, ഈ ഹെയർ സ്റ്റൈലിങ്ങിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ
ഇപ്പോൾ ഈ വിദേശത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് ആദ്യമായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് ക്രീമുകൾ ഇറക്കിയ പോലെ തന്നെ ഈ മുടി വെട്ടുന്നതിൽ നമ്മുടെ മാത്രമായിട്ടുള്ളൊരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പുതിയ സ്റ്റൈൽ എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? നമ്മൾ ആ ടൈമിൽ ഈവൻ കെരാറ്റിനൊക്കെ നമ്മളാണ് ആ ടൈമിൽ കൊണ്ടുവന്നത്. പിന്നെ നാച്ചുറൽ എൻഡ് അത് 2008 നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നത്. അതിപ്പോഴും ട്രെൻഡിങ് ആണ്. ഇപ്പം നമ്മൾ അന്ന് സ്റ്റേറ്റിംഗ് ക്രീം വെച്ചാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ബോട്ടോക്സ് ക്രീം വെച്ചും കെരാറ്റിൻ ക്രീം വെച്ചും ചെയ്യാറുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് ഒരു ഫിനിഷ് കൊണ്ടുവരണം. അത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് പോലെ ഒരു സംഭവമാണ്. എൻ്റെ നാച്ചുറലായിട്ട് ഇടുക. നമ്മളോട് കാര്യം എന്ന് വെച്ചാൽ നമ്മളോട് 17 വർഷമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. അത്ര വർഷം അവർക്ക് കുട്ടികളായി, അവരുടെ ഫാമിലി ഇവിടെ ആയി. അപ്പോൾ ആ കുട്ടികൾക്കറിയാം ഞാൻ അന്ന് കാണിച്ചു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇന്നും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ക്ലയൻറ്റുകൾ വന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ പതിഞ്ഞിരിക്കരുത്, ഇങ്ങനെ വേണം, അങ്ങനെ വേണം. അത് നമുക്ക് മാത്രമാണ് അതിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പുതിയ പിള്ളേർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അത്രയും ഗ്യാരണ്ടി ഉള്ളത് മാത്രമാണ്. ഇപ്പം കമ്പനി ഓഫർ തന്ന് ഗൾഫിന് അമേരിക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കില്ല. വിശ്വസിച്ച് നമ്മുടെ അടുത്ത് വരാം. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ എല്ലാം. ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം 10-20 വർഷമായിട്ട് വളരെ വിജയകരമായി മുമ്പിലോട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്, വിജയിച്ച് നിൽക്കുകയാണ്. ആ വിജയിക്കാനുള്ള കാരണം നമ്മുടെ കർമ്മം തന്നെയാണ്. വളരെ നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഇൻവെസ്റ്റർ അല്ല. നമ്മൾ ഈ യാദർശ്യമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വന്നു. പിന്നെ അതിൽ ഇഴകി ചേർന്നു, അതിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ 1-2 സലൂണുകൾ ഇങ്ങനെ തുറന്നു. ആ പാഷൻ്റെ പറയാണ്. അല്ലാതെ നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി ഇട്ടിട്ട് 5 കോടി ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അപ്പം നമ്മുടെ വർക്കിലും കർമ്മത്തിലും എല്ലാം അതുണ്ടാവും. ഒരു സത്യസന്ധതയുണ്ട്, അതുണ്ടാവും. എന്തായാലും ഇതെപ്പോഴും ഇതേപോലെ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. നിങ്ങളുടെ സേവനം, ലോറ സലൂണിൻ്റെ സേവനം എല്ലാവർക്കും ലോകത്തെങ്ങും കിട്ടാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. താങ്ക് യു.